യെസ്, നമ്മളിനി പറഞ്ഞത് സ്റ്റീം ഡിസ്റ്റിലേഷനാണ്. സ്റ്റീം ഡിസ്റ്റിലേഷൻ. അപ്പോൾ ഇതിവിടെ the process can be carried out with the help of a steam. ഓക്കെ, സ്റ്റീം അവിടെ ഉപയോഗിക്കുന്നത് ആൻഡ് ഈസ് യൂസ്ഡ് ഫോർ ദി സെപ്പറേഷൻ ഓഫ് ഹൈ ബോയിലിംഗ് സബ്സ്റ്റൻസ് ഫ്രം നോൺ വോളറ്റൈൽ ഇമ്പ്യൂരിറ്റീസ്. ഓക്കെ, സെപ്പറേഷൻ, എല്ലാം സെപ്പറേഷൻ എന്ന രീതിയിൽ തന്നെ വരുന്നു. സെപ്പറേഷൻ എന്താ സംഭവിക്കുക? സെപ്പറേഷൻ ഓഫ് അതേപോലെ ഹൈ ബോയിലിംഗ് സബ്സ്റ്റൻസ് ഫ്രം നോൺ വോളറ്റൈൽ ഇമ്പ്യൂരിറ്റീസ്. അതാണ് ഇവിടെ അതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. സ്റ്റീം ഡിസ്റ്റിലേഷൻ്റെ ഒരു 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 ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ നടക്കുന്നത്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് അല്ലെങ്കിൽ എയ്ഡ് ഓഫ് സ്റ്റീം. ഓക്കെ, അതാണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ ഹൈ ബോയിലിംഗ് ലിക്വിഡ്സ് ക്യാൻ ബി പ്യൂരിഫൈഡ് ബൈ സിമ്പിൾ ഡിസ്റ്റിലേഷൻ വഴി ചെയ്യാൻ പറ്റാറുണ്ട്. ദെൻ ഇതേപോലെ ഈ പറഞ്ഞ പോലെ അതിൽ കോൺസ്റ്റുവൻസി ഇൻ ദ മിക്സ്ചർ ടെൻഡ്സ് ടു ഡീകമ്പോസ് അറ്റ് ഹയർ ടെമ്പറേച്ചർ. ഓക്കെ, അങ്ങനത്തെ കേസിൽ സ്റ്റീം ഡിസ്റ്റിലേഷൻ ക്യാൻ ബി എംപ്ലോയിഡ്. ഹൈ ടെമ്പറേച്ചറിൽ ഈ പറഞ്ഞ പോലെ അതിൽ കോൺസ്റ്റുവൻസ് ഡീകമ്പോസ് ചെയ്യും. ഡീകമ്പോസ് ചെയ്യുന്ന പറഞ്ഞാൽ കേട് വരുന്നൊരു പ്രക്രിയയാണ്. ഓക്കെ, അപ്പോൾ ഡീകമ്പോസ് ചെയ്യും. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ സ്റ്റീം ഡിസ്റ്റിലേഷൻ പ്രായോഗികമാക്കുന്നത്. ഓക്കെ, ദെൻ ഇതിൻ്റെ വേറൊരു പേര് പറയുകയാണെങ്കിൽ ഡിഫറൻഷ്യൽ ഡിസ്റ്റിലേഷൻ എന്നും കൂടി പറയാറുണ്ട്. ഓക്കെ, അതൊക്കെയാണ് സ്റ്റീം ഡിസ്റ്റിലേഷൻ്റെ ഇൻട്രൊഡക്ഷൻ. ഓക്കെ, ഇനി ഇതിൻ്റെ പ്രിൻസിപ്പൽ പാർട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു കൈൻഡ് ഓഫ് അല്ലെങ്കിൽ ഒരു മിക്സ്ചർ ഓഫ് ഇമ്മിസിബിൾ ലിക്വിഡ്സ് ബിഗിൻസ് ടു ബോയിൽ വെൻ ദി സം ഓഫ് ദെയർ വേപ്പർ പ്രഷർ ഈസ് ഈക്വൽ ടു ദി അറ്റ്മോസ്ഫിയറിക് വേപ്പർ പ്രഷർ. വെൻ സം ഓഫ് ദെയർ വേപ്പർ പ്രഷർ ഈസ് ഈക്വൽ ടു ദി അറ്റ്മോസ്ഫിയറിക് വേപ്പർ പ്രഷർ. ഓക്കെ, അപ്പോൾ അത് നേരത്തെ നമ്മൾ പറഞ്ഞ ഇതുമായി കുറച്ച് ബന്ധമുണ്ട്. ഓക്കെ, അപ്പോൾ ഇമ്മിസിബിൾ, മിക്സ്ചർ ഓഫ് ഇമ്മിസിബിൾ ലിക്വിഡ്സ് begins to boil. എപ്പോൾ ബോയിൽ ചെയ്യുന്നു? ബോയിൽ വെൻ സം ഓഫ് their vapor pressure is equal to atmospheric pressure. ഈ കാര്യങ്ങളൊക്കെ പോകാനുണ്ട്. ഇമ്മിസിബിൾ ലിക്വിഡ്, സം ഓഫ് ദെയർ വേപ്പർ പ്രഷർ, അതേപോലെ അറ്റ്മോസ്ഫിയർ വേപ്പർ പ്രഷർ, അതൊക്കെയല്ലേ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ നമ്മൾ ടർപ്പൻറ്റൈൻ ഓയിൽ, ടർപ്പൻറ്റൈൻ ആൻഡ് വാട്ടർ, അതിൻ്റെ ഒരു മിക്സ്ചർ ബോയിൽ ചെയ്യാൻ തുടങ്ങുന്നത് ബിലോ ബോയിലിംഗ് പോയിൻ്റ് ഓഫ് പ്യുവർ വാട്ടർ. ഓക്കെ, അപ്പോൾ വാട്ടറിൻ്റെ ഒരു ബോയിലിംഗ് പോയിന്റ് നമുക്കറിയാം 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, അപ്പോൾ ടർപ്പൻറ്റൈൻ്റെയും വാട്ടറിൻ്റെയും കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു മിക്സ്ചർ വാട്ടറിൻ്റെതിനേക്കാൾ ബിലോ ആയിട്ടുള്ള ബോയിലിംഗ് പോയിന്റിൽ അത് എന്ത് ചെയ്യുന്നു? ബോയിൽ ചെയ്യാൻ തുടങ്ങുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഇത്തരത്തിലുള്ള കേസ്, അതായത് മിക്സ്ചർ ഓഫ് ഇമ്മിസിബിൾ ലിക്വിഡ്സ് ബിഗിൻസ് ടു ബോയിൽ വെൻ ദ സം ഓഫ് ദെയർ വേപ്പർ പ്രഷർ ഈസ് ഈക്വൽ ടു ദി അറ്റ്മോസ്ഫിയറിക് വേപ്പർ പ്രഷർ. ഓക്കെ, അപ്പോൾ ഇൻ സച്ച് കേസസ് ദ മിക്സ്ചർ ഓഫ് വാട്ടർ ആൻഡ് ടർപ്പൻറ്റൈൻ മിക്സ്ചർ ബോയിൽസ് ബിലോ ദി ബോയിലിംഗ് പോയിൻ്റ് ഓഫ് പ്യുവർ വാട്ടർ. ഓക്കെ, ബിലോ ദി ബോയിലിംഗ് പോയിൻ്റ് ഓഫ് പ്യുവർ വാട്ടർ. ഓക്കെ, അപ്പോൾ ഈ നോർമൽ 100 ഡിഗ്രി സെൽഷ്യസിനേക്കാൾ കുറഞ്ഞ ടെമ്പറേച്ചറിൽ
90യോ അല്ലെങ്കിൽ 95 ആ രീതിയിൽ നമ്മൾക്ക് ബോയിലിംഗ് പോയിൻറ്റ് റെഡ്യൂസ് ചെയ്തിട്ട് അതിനെ ബോയിൽ ചെയ്യിപ്പിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അതേപോലെ പ്യുവർ വാട്ടർ ദോ ദി ടർപ്പൻറ്റൈൻസ് ബോയിൽ അറ്റ് മച്ച് ഹയർ ടെമ്പറേച്ചർ ദാൻ ദി വാട്ടർ. ടർപ്പൻറ്റൈന് വാട്ടറിനേക്കാൾ കൂടിയ ബോയിലിംഗ് പോയിൻ്റ് റേഞ്ചാണ് പറഞ്ഞത്. ഓക്കെ, പക്ഷേ എങ്കിൽ കൂടി ഇത്തരത്തിലുള്ളൊരു കോമ്പിനേഷൻ മിക്സ്ചറിന് അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഓക്കെ, ഇനി ബോയിലിംഗ് പോയിൻ്റ് ഓഫ് ടർപ്പൻറ്റൈൻ്റെ ഡിഗ്രി ഇത് പറയാം 160 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, അപ്പോൾ അത് വാട്ടറുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ, അത് മിക്സ് ചെയ്തിട്ട് അതിനെ ഹീറ്റ് ചെയ്യുമ്പോൾ, ഹീറ്റഡ് അറ്റ് ഈ രീതിയിൽ ഹീറ്റ് ചെയ്യുമ്പോൾ ദ മിക്സർ ബോയിൽസ് അറ്റ് 95.6 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അപ്പോൾ ദിസ് ടെമ്പറേച്ചർ at this temperature vapor pressure of water is 86.24 kPa ആണ്. ഓക്കെ, അതേപോലെ ടർപ്പൻറ്റൈൻ്റെ 50.06 kPa ആണ്. സമ്മ് എന്ന് പറയുന്നത്, ഇതിൻ്റെ രണ്ടിൻ്റെ സമ്മ് എന്ന് പറയുന്നത് 101.3 kPa ആണ്. ഇത് എന്ന് പറയുന്നത് നോർമലായിട്ടുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. ഓക്കെ, ദസ് ഇതേപോലെ ഹൈ ബോയിലിംഗ് സബ്സ്റ്റൻസ് മേ ബി ഡിസ്റ്റിൽഡ് അറ്റ് ടെമ്പറേച്ചർ മച്ച് ബിലോ ഇറ്റ്സ് ബോയിലിംഗ് പോയിൻറ്റ് വെൻ വാട്ടർ ഈസ് യൂസ്ഡ്. ഓക്കെ, വെൻ വാട്ടർ ഈസ് യൂസ്ഡ് ആസ് എ സ്റ്റീം, അല്ലെങ്കിൽ ആ സ്റ്റീം എനർജി എന്ന രീതിയിൽ വാട്ടർ വരുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇതവിടെ നടക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ നോർമലി ടർപ്പൻറ്റൈൻ്റെ ഒരു ചൂട് അല്ലെങ്കിൽ ബോയിലിംഗ് പോയിൻറ്റ് 160 ആണ്. വാട്ടറിന് നിങ്ങൾക്കറിയാം 100 ആ രീതിയിൽ വരുന്നുണ്ട്. പക്ഷെ വാട്ടർ ടർപ്പൻറ്റൈൻ്റെ കോമ്പിനേഷൻ, ടർപ്പൻറ്റൈൻ ഓയിൽ പ്ലസ് വാട്ടറിൻ്റെ കോമ്പിനേഷൻ വരുമ്പോൾ അത് ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഡിഗ്രി സെൽഷ്യസിൽ നമുക്ക് അതിനെ ബോയിൽ ചെയ്യിപ്പിക്കാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ അതിൻ്റെ അറ്റ്മോസ്ഫിയർ വേപ്പർ പ്രഷർ രണ്ടും കൂടി സമ്മ് ചെയ്യുമ്പോൾ അത് ദാറ്റ് ഈസ് ഈക്വൽ ടു നോർമൽ അറ്റ്മോസ്ഫിയറിക് വേപ്പർ പ്രഷർ, അറ്റ്മോസ്ഫിയർ പ്രഷർ. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് സ്റ്റീം ഡിസ്റ്റിലേഷൻ സാധ്യമാക്കുന്നത്. ഓക്കെ, അതാണ് അതിൻ്റെ കാര്യം. ഇനി ഇതിൻ്റെ അപ്ലിക്കേഷൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ സെപ്പറേഷനാണ്. സെപ്പറേഷൻ ഓഫ് ഇമ്മിസിബിൾ ലിക്വിഡ്സ്, ടോളുവിൻ, വാട്ടർ. സെക്കൻഡ് പറയുകയാണെങ്കിൽ ക്ലോവ്, അനൈസ് പോലത്തെ വോളട്ടൈൽ ഓയിലിൻ്റെ എക്സ്ട്രാക്ഷൻ. മൂന്നാമത്തേത് പ്യൂരിഫിക്കേഷൻ. പ്യൂരിഫിക്കേഷൻ ഓഫ് ലിക്വിഡ് വിത്ത് ഹൈ ബോയിലിംഗ് പോയിൻ്റ്. പിന്നെ അരോമാറ്റിക് വാട്ടർ പ്രിപ്പറേഷൻ, ആ രീതിയിലൊക്കെ. പിന്നെ ക്യാംഫറൊക്കെ ഈ രീതിയിലാണ് ഡിസ്റ്റിൽ ചെയ്യാറ്. ഓക്കെ, ഇതൊക്കെയാണ് അതിൻ്റെ ആപ്ലിക്കേഷൻസ് ആയിട്ട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. വേറെയും ഉണ്ട്, നമ്മളൊരു 3-4 ഇമ്പോർട്ടൻ്റ് ആപ്ലിക്കേഷൻസ് ഓർത്തിരിക്കുക. അതാണ് അതിൻ്റെ ആപ്ലിക്കേഷൻസ്. അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ വോളട്ടൈൽ ഓയിൽസ് can be
സെപ്പറേറ്റഡ് അറ്റ് ലോവർ ടെമ്പറേച്ചർ. അപ്പോൾ ഡീകമ്പോസിഷൻ സംഭവിക്കില്ല. ഡീകമ്പോസിഷൻ ഉണ്ടാവില്ല. അതൊരു അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ. അതേപോലെ അതിൻ്റെ അരോമ, അങ്ങനത്തെ അരോമ എന്നുള്ളത് അതിൻ്റെ സ്മെല്ലാണ്. സ്മെല്ലൊന്നും നഷ്ടപ്പെടില്ല. അത് ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ അത് ഓർത്തിരിക്കുക. പിന്നെ ഡിസഡ്വാൻറ്റേജ്, നോട്ട് suitable for immiscible liquids and water react with each other. ഓക്കെ. നേരത്തെ മറ്റേതിൻ്റെ കേസിൽ ടർപ്പൻറ്റൈന് റിയാക്ട് ചെയ്യാറുണ്ടാവില്ല. പക്ഷേ ലിക്വിഡ്, ഇമ്മിസിബിളായ ലിക്വിഡും അതേപോലെ വാട്ടറും പരസ്പരം റിയാക്ട് ചെയ്യുകയാണെങ്കിൽ, അത്തരത്തിൽ ഇതേപോലെ ആ ഒരു കേസ് വരികയാണെങ്കിൽ ദാറ്റ് ഈസ് സ്റ്റീം ഡിസ്റ്റിലേഷൻ കനോട്ട് ബി യൂസ്ഡ് അല്ലെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ എന്ന് പറയാം. ഓക്കെ. അതാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജ്, റിയാക്ട് വിത്ത് ഈച്ച് അതർ. ഓക്കെ. അപ്പോൾ അതാണ് ഡിസഡ്വാൻറ്റേജ്. ഇനി ഇതിൻ്റെ അപ്പാരറ്റസ് ആണ്. ഓക്കെ. ഇവിടെ സേഫ്റ്റി ട്യൂബ് പറഞ്ഞ ട്യൂബുണ്ട്, സ്റ്റീമിൻ്റെ ഒരു ക്യാനുണ്ട്, പിന്നെ ഡെലിവറി ട്യൂബ് എന്ന് പറയും. ഇതിനെ ഡെലിവറി ട്യൂബ് എന്ന് പറയും. ബെൻഡ് ട്യൂബ് ഉണ്ട്, അതിതാണ്. പിന്നെ കണ്ടൻസർ, ഇത് കണ്ടൻസറാണ്. അഡാപ്റ്ററാണ്, വലിയ ഭാഗങ്ങളല്ല. റിസീവർ, ഇതൊക്കെയാണ് അതിൽ വരുന്നത്. അപ്പോൾ ഈ ഡെലിവറി ട്യൂബ് സേഫ്റ്റി ട്യൂബാണ് ഇവിടെ. സ്റ്റീം ക്യാനുണ്ട്, സേഫ്റ്റി ട്യൂബ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ സേഫ്റ്റി ട്യൂബ് ആക്ച്വലി ആക്ട്സ് ആസ് ഇതിൽ എന്താ പറയുക, പ്രഷർ ഇൻസൈഡ് ദ സ്റ്റീം ജനറേറ്റർ ബിക്കംസ് ടു മച്ച്, അല്ലെങ്കിൽ ബിൽഡപ്പ് കൂടുതലാണെങ്കിൽ
വാട്ടർ വിൽ ബി ഫോഴ്സ്ഡ് ഔട്ട് ഓഫ് ഇറ്റ് ആൻഡ് ദ പ്രഷർ വിൽ ബി റിലീവ്ഡ്. അത് ഒരു ആപ്ലിക്കേഷനാണ്. പിന്നെ ഇതേപോലെ സ്റ്റീം ഇതിലൂടെ പാസ് ചെയ്ത് പുറത്തേക്ക് വരികയാണെങ്കിൽ അതൊരു കൈൻഡ് ഓഫ് ഇൻഡിക്കേഷനാണ്, ഇൻഡിക്കേഷൻ ഓഫ് വാട്ട്. ഇതേപോലെ ഇതിൽ ഈ വാട്ടറിൻ്റെ കണ്ടൻറ്റ് ഓൾമോസ്റ്റ് തീർന്നുകൊണ്ടിരിക്കുകയാണ്, എംപ്റ്റി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതുവരെയാണ് സേഫ്റ്റി ട്യൂബ് ആണെങ്കിൽ ഇതുവരെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം കുറഞ്ഞ് ഇതുവരെ എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താ സ്റ്റീം ഇതിലൂടെ പുറത്തേക്ക് വരും. ഓക്കെ, അപ്പോൾ അതൊരു ഇൻഡിക്കേഷനാണ്. അപ്പോൾ നമ്മളെപ്പോഴും വാട്ടറിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് സേഫ്റ്റി ട്യൂബ് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അതാണ് ഇതിലെ സേഫ്റ്റി ട്യൂബിൻ്റെ പ്രത്യേകത. ബാക്കി എല്ലാം നമുക്ക് കാണുമ്പോൾ തന്നെ അതിൻ്റെ യൂസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് അതിൻ്റെ ഇൻഡിക്കേഷൻസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ദെൻ ബെൻഡ് ട്യൂബ് ഉണ്ട്, കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ബെൻഡ് ട്യൂബിൻ്റെ എൻഡ് എന്ന് പറയുന്നത് റൗണ്ട് ബോട്ടം ഫ്ലാസ്കുമായി കണക്റ്റഡ് ആണ്. ആ രീതിയിലൊക്കെയാണ് വരുന്നത്. കണ്ടൻസർ, റിസീവർ എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡയഗ്രാം നമുക്ക് കാണുമ്പോൾ തന്നെ അതിൻ്റെ യൂസ് കാര്യങ്ങളൊക്കെ എഴുതാവുന്നതാണ്. അതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ എഴുതാവുന്നതാണ്. പിന്നെ പ്രൊസീജിയർ വേണമെങ്കിൽ നോൺ അക്വസ് ആയിട്ടുള്ള ലിക്വിഡ് പ്രൊസീജിയർ പറയുകയാണെങ്കിൽ നോൺ അക്വസ് ആയിട്ടുള്ള ലിക്വിഡ് ഇതേപോലെ പ്ലേസ് ഇൻ ദി ഫ്ലാസ്ക് എ സ്മോൾ ക്വാണ്ടിറ്റി വാട്ടർ ഈസ് ആഡഡ്, അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യണം. ദെൻ സ്റ്റീം ക്യാൻ ഫിൽഡ് വിത്ത് വാട്ടർ. ഓക്കെ, ദെൻ ദ സ്റ്റീം ജനറേറ്റർ ആൻഡ് ദ ഫ്ലാസ്ക് ആർ ഹീറ്റഡ് സൈമിൾട്ടേനിയസ്ലി. നമ്മൾ നേരത്തെ കണ്ട് സ്റ്റീം ക്യാനും ഉണ്ട്, അതേപോലെ തൊട്ടപ്പുറത്ത് സൗണ്ട് വാട്ടർ ഫ്ലാസ്കും ഉണ്ട്. ഇത് രണ്ടും പരസ്പരം നമ്മൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ പോലെ ഹീറ്റ് ചെയ്യണം. ഓക്കെ, സ്റ്റീം ക്യാൻ എന്നാണ് സ്റ്റീം ഈ പറഞ്ഞ ഇതിലോട്ട് വരുന്നത്. അതേപോലെ ഫീഡ് വെച്ച ഫ്ലാസ്ക് വേറെ ഉണ്ട്, അതാണ് RBF പോലത്തെ ഫ്ലാസ്ക്. ഓക്കെ, ദെൻ ഈ പറഞ്ഞ പോലെ അത് സൈമിൾട്ടേനിയസ്ലി ആയിട്ട് ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ ദ യൂണിഫോം ഫ്ലോ ഓഫ് സ്റ്റീം പാസസ് ത്രൂ ദി ബോയിലിംഗ് മിക്സ്ചർ. ദെൻ ദ മിക്സ്ചർ that gets heated, the steam carries the volatile oil and passes into the കണ്ടൻസറിലോട്ട് അത് പോകുന്നു. ഓക്കെ, ദെൻ അവിടെ വെച്ചത് കൂൾ ചെയ്യുന്നു ബൈ യൂസിങ് കോൾഡ് വാട്ടർ. ദെൻ ആ കണ്ടൻസ്ഡ് ഇൻവിസിബിൾ ലിക്വിഡ് ഈസ് കളക്റ്റഡ് ഇതേപോലെ ഇൻ ടു ദി റിസീവർ. ഓക്കെ, ബാക്കിയെല്ലാം മറ്റേ പ്രോസസ്സ് പോലെ തന്നെയാണ്, സിമ്പിളിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്. അതാണ് ഇവിടുത്തെ പ്രൊസീജിയർ. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രൊസീജിയർ. ഇനി ഇതിൻ്റെ ലാർജ് സ്കെയിൽ അപ്പാരറ്റസ് ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സിലബസിൽ എല്ലാറ്റിനും ലാർജ് സ്കെയിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സ്കെയിൽ പറയുന്നുണ്ട്. അതിൻ്റെ പ്രിൻസിപ്പിൾ എല്ലാം ഇതേപോലെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ആ ഡയഗ്രാം മാത്രം നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നേരത്തെ കണ്ട ഭാഗങ്ങളുടെ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള മോഡലാണ് ഈ നിങ്ങൾ ഇപ്പോൾ കണ്ടത്. ഓക്കെ, ഇതിൽ വാട്ടർ ഉണ്ട്, അതുപോലെ ഓയിലിനെ നമ്മൾ ഇതിലൂടെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നു. ഓക്കെ, താഴത്തെ ഭാഗത്തൂടെ നമ്മൾ സ്റ്റീമിനെ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ ഭാഗം എന്ന് പറയുന്നത് പെർഫറേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലേറ്റാണ്, അതാണ് പ്രത്യേകത. അപ്പോൾ സ്റ്റീം ഡിസ്റ്റിലേഷൻ ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷൻ നമ്മളിവിടെ വരച്ചത് ഇൻഡസ്ട്രിയൽ സെറ്റപ്പിൽ. അതിന് ജാക്കറ്റഡ് ആയിട്ടുള്ള സ്റ്റില്ലുണ്ട്, അതാണ് ഈ കാണുന്ന ഭാഗം. അത് കൊടുത്തിട്ടുണ്ട്. ദെൻ അതിൻ്റെ ഉള്ളിലായിട്ടാണ് ഈ പറഞ്ഞ പോലെ പെർഫറേറ്റഡ് പ്ലേറ്റ് വെച്ചിരിക്കേണ്ടായിരിക്കുക, അതും അതിൻ്റെ ഉള്ളിലുണ്ട്. അതേപോലെ മാൻ ഹോൾസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഈ ഭാഗത്ത് മാൻ ഹോൾസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാൻ ഹോൾസ് ആർ പ്രൊവൈഡ് അറ്റ് ദ ടോപ്പ് ആൻഡ് സൈഡ് ഫോർ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ്. ഓക്കെ, അതേപോലെ
ഫ്ലോറന്റൈൻ റിസീവർ, അതാണ് ഈ സംഭവം. ഫ്ലോറന്റൈൻ റിസീവർ ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ദി ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ്. ഫ്ലോറന്റൈൻ റിസീവർ ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ദി സ്റ്റിൽ ആൻഡ് കണ്ടൻസർ. സ്റ്റില്ല് അതേപോലെ കണ്ടൻസർ. ഓക്കെ, കണ്ടൻസർ പറയുമ്പോൾ ഇതിലത്തെ കണ്ടൻസർ കുറച്ചും കൂടി സർഫസ് ഏരിയ കൂടിയ ഇൻഡസ്ട്രിയൽ സെറ്റപ്പിലുള്ള കണ്ടൻസറാണ്. ഓക്കെ, അത് ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ സ്ട്രക്ചറിൽ നമ്മൾ കാണുന്ന കുറേ ഭാഗങ്ങൾ എന്നത്. ഓക്കെ, ഫ്ലോറന്റൈൻ റിസീവറാണ് ഈ പോർഷൻ. അത് ഇത് വരയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. വർക്കിംഗ് എന്ന് പറയുകയാണെങ്കിൽ ഈ മെറ്റീരിയൽ ഫ്രം വിച്ച് വോളട്ടൈൽ ഓയിൽസ് ഹാസ് ടു ബി എക്സ്ട്രാക്റ്റഡ് ഈസ് പ്ലേസ്ഡ് ഇൻ ദി സ്റ്റിൽ. ഇതിൽ നമ്മൾ വയ്ക്കുന്നു. എന്നിട്ട് നമ്മൾ ഇതേപോലെ എന്താ പറയുക, പെർഫെക്റ്റ് പ്ലേറ്റിൻ്റെ മുകളിലാണ് സാധനം വയ്ക്കുന്നത്. ഓക്കെ, ദെൻ സ്റ്റീം ഇതിലോട്ട് അഡ്മിറ്റ് ചെയ്യാൻ ടു ദി ജാക്കറ്റഡ് പോർഷൻ ഓഫ് ദി സ്റ്റിൽ. ദെൻ ദ വാട്ടർ ആൻഡ് ദ മെറ്റീരിയൽ പ്രസൻറ്റ് ഇൻ ദി സ്റ്റിൽ ആർ ഹീറ്റഡ് ടു ബോയിലിംഗ് simultaneously. Steam also introduced below the മെറ്റീരിയൽ ത്രൂ ദ സ്റ്റീം പൈപ്പ് ഫ്രം ദി ജാക്കറ്റ്. ആ രീതിയിലൂടെ സ്റ്റീം നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ സ്റ്റീം ക്യാരീസ് ദ വോളട്ടൈൽ ഓയിൽ ആൻഡ് ഗെറ്റ്സ് കണ്ടൻസ്ഡ്. ഇവിടെ വെച്ചിട്ട് ഗെറ്റ്സ് കണ്ടൻസ്ഡ് ഇൻ ദി കണ്ടൻസർ. ഓക്കെ, വിച്ച് ഈസ് ദെൻ കൂൾഡ് ബൈ വാട്ടർ. കൂൾ വാട്ടർ വെച്ച് നമ്മൾ അതിനെ കൂൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ പോർഷനിൽ. ദെൻ കണ്ടൻസേറ്റ് ഈസ് കളക്റ്റഡ് ഇൻ ടു ദി ഫ്ലോറന്റൈൻ റിസീവർ. ഈ ഭാഗത്താണ് ഫ്ലോറന്റൈൻ റിസീവർ ഉള്ളത്. അവിടെ വെച്ച് നമ്മളതിനെ റിസീവ് ചെയ്യുന്നുണ്ട്. ദെൻ അതാണ് ഇവിടുത്തെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ പ്രത്യേകത ആണെങ്കിൽ ഓയിൽസ്, volatile oils are lighter than water. ഓക്കെ, ദാറ്റ് ക്യാൻ ബി സെപ്പറേറ്റഡ് വെരി വെൽ. ആ രീതിയിൽ നമുക്ക് അതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഫ്രം ദി ഡിസ്റ്റിലേറ്റ്. ഓക്കെ, അതെപ്പോഴും അപ്പർ ലെയറിലുണ്ടായിരിക്കും. ഓക്കെ, ദെൻ ആ റിമൂവൽ ഓഫ് അപ്പർ ലെയർ അല്ലെങ്കിൽ അപ്പർ സ്പൗട്ട് ക്യാൻ ബി റിമൂവ്ഡ് ഈസിലി. ആ രീതിയിലാണ് ഇതിൻ്റെ ഒരു സെപ്പറേഷൻ എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ ഇൻഡസ്ട്രിയൽ സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എങ്ങനെ ഇൻഡസ്ട്രിയൽ സ്കെയിലായിട്ട് ഇതുവരെ സിലബസിലുണ്ടെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടില്ല. പക്ഷേ നിങ്ങൾ ജസ്റ്റ് ഡയഗ്രാം വരയ്ക്കാൻ പഠിച്ചാൽ മതി. ബാക്കിയെല്ലാ പ്രൊസീജിയറെല്ലാം മറ്റേതിനോട് സെയിം ആണ്. ഓക്കെ, താങ്ക് യു.